വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ എന്ന് സൂറത്തുൻ നിസാഇന്റെ 29-ാമത്തെ ആയത്തിൽ കാണാം. അത് കുറച്ച് ദൈർഘ്യമുള്ള ഒരു ആയത്താണ്. ഞാൻ നമ്മുടെ ആവശ്യത്തിനുള്ള ആ ഭാഗം മാത്രം എടുക്കുകയാണ്. വളരെ കൃത്യമായ രീതിയിൽ പറയുന്ന വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊല്ലരുത്, നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കരുത്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നവനാണ്. അത് ഈ ആത്മഹത്യാ പ്രവണതയുടെ ചില സംഗതികൾക്കുള്ള മറുപടിയാണ്. പ്രയാസം വരുന്നു, സാമ്പത്തികമായ വിഷമങ്ങൾ ഉണ്ടാകുന്നു, ആരോഗ്യപരമായ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴൊക്കെ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നവരാണ്. അവിടെയാണ് അള്ളാഹു പറയുന്നത് ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, അള്ളാഹു നിങ്ങളോട് കാരുണ്യം ചെയ്യുന്നവനാണ്. ഹദീസുകളിൽ ഇക്കാര്യം വിശദമായ രീതിയിൽ പറയുന്നുണ്ട്. മൻ ഖതല നഫ്സഹു ബിശൈഇൻ ഉദ്ദിബ ബിഹി യൗമൽ ഖിയാമ, ഒരാൾ തന്റെ ശരീരത്തെ നശിപ്പിച്ചത് എന്തൊരു കാരണം കൊണ്ടാണോ അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ അവൻ അദാബിലാക്കപ്പെട്ടുകൊണ്ടിരിക്കും. മൻ ഖതല നഫ്സഹു ബിശൈഇൻ ഉദ്ദിബ ബിഹി യൗമൽ ഖിയാമ, ഒരാൾ അവന്റെ ശരീരത്തെ നശിപ്പിച്ചത് തൂങ്ങി മരിച്ചിട്ടാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അവൻ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും, നരകത്തിൽ അവൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരാൾ ഒരു ഉയർന്ന സ്ഥലത്തിൽ നിന്ന് വീണാണ് മരണപ്പെട്ടതെങ്കിൽ ആ ചങ്ങാതി അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ചില വാക്യങ്ങൾ, ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വയൂഖദു മിൻഹു അന്ന ജനായത്തുൽ ഇൻസാനി അലാ നഫ്സിഹി കജനായതിഹി അലാ ഗൈരിഹി, വേറൊരാളെ കൊല്ലാൻ പാടില്ല എന്നതുപോലെ തന്നെയാണ് സ്വന്തം ശരീരത്തെ കൊല്ലാൻ പാടില്ല എന്നതും. ഇസ്ലാമിക ക്രിമിനോളജി അനുസരിച്ച് അവൻ വേറൊരാളെ കൊല്ലുന്നത് ക്രൈമാണ്. അപ്രകാരം തന്നെയാണ് സ്വന്തം ശരീരത്തെ കൊല്ലുന്നതും. ഫിൽ ഇസ്മി, കുറ്റത്തിന്റെ വിഷയത്തിൽ ഇത് തുല്യാണ്. ലിഅന്ന നഫ്സഹു ലൈസത്തു മിൽക്കൻ ലഹു മുത്ലഖൻ, എന്തുകൊണ്ടെന്നാൽ അവന്റെ ശരീരം അവന് പൂർണ്ണമായി ഉടമസ്ഥതയിലില്ല. ബൽ ഹിയ ലില്ലാഹി തആല, അത് അല്ലാഹുവിന്റേതാണ്. അള്ളാഹുവിൻ്റെതാവുമ്പോ ഫലാ യതസറഫു ഫീഹാ ഇല്ലാ ബിമാ അദിന ലഹു ഫീഹി, അള്ളാഹു സമ്മതം ചെയ്തതേ ആ ശരീരവുമായി ബന്ധപ്പെട്ട് അവൻ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഇതിന്റെ മാരകീയത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് കുറെ ആളുകൾ ആത്മഹത്യയെ തെരഞ്ഞെടുക്കുന്നത്. സത്യത്തിൽ അതോടുകൂടെ വലിയ ദുരന്തം തുടങ്ങുകയാണ്. ഒരിക്കലും ആത്മഹത്യ പരിഹാരമല്ല, അവന്റെ പ്രശ്നങ്ങളെ അതൊരിക്കലും അവസാനിപ്പിക്കുന്നേയില്ല. കാരണം ഒരാൾ വിഷം കുടിച്ചു മരിച്ചിട്ടുണ്ടെങ്കിൽ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. വിഷം കുടിച്ചാൽ എന്താന്ന് വിചാരിക്കരുത്, അത് ഭയങ്കരമായ പ്രയാസമാണ്. വിഷം കുടിച്ചിട്ടുള്ള അവസ്ഥകൾ, ശ്വാസം തിങ്ങിയിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ, ഈ സംഗതിയൊക്കെ നരകത്തിലും അവൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കേണ്ടി വരുമെന്ന് വിശദമായ രീതിയിൽ ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവൻ നിത്യമായി നരകത്തിൽ പ്രവേശിക്കുകയില്ലേ? നിത്യമായി നരകത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആത്മഹത്യ അനുവദനീയമാണെന്ന് കരുതി ചെയ്യണം എന്നാണ്. ആത്മഹത്യ അനുവദനീയമൊന്നുമല്ല. ഏതൊരു സാഹചര്യത്തിൽ മരിച്ചുപോയി, അവൻ മറ്റു ദോഷങ്ങളെപ്പോലെ തന്നെ നരകത്തിൽ അതിനുള്ള പണിഷ്മെന്റ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടേക്കും എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, ഒരാൾ ഒരു ഇരുമ്പിന്റെ ആയുധം ഉപയോഗിച്ച് ശരീരത്തെ നശിപ്പിച്ചു. ഫഹദീദത്തുഹു ഫീ യദിഹി, അവന്റെ കയ്യിൽ ആ ഇരുമ്പിന്റെ ആയുധം ഉണ്ടാവും അവൻ നരകത്തിലേക്ക് പോകുമ്പോ. യതവജ്ജു ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നം, അവൻ അവന്റെ ശരീരത്തെ വയറിൽ കുത്തിക്കൊണ്ട് പൊളിച്ചുകൊണ്ടിരിക്കും നരകത്തിൽ. ഇനി ഓരോന്നങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഒമൻ ശരിബ സുമ്മൻ, ഒരാൾ വിഷം കുടിച്ചാണ് ആത്മഹത്യ ചെയ്താൽ ഫഖതല നഫ്സഹു അല്ലേ ഫഹുവ യതഹസ്സാഹു ഫീ നാരി ജഹന്നം, അവൻ നരകത്തിൽ അത് ടേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കണതിന് പകരം ഇത് കുടിക്കാന്നല്ല, അങ്ങനെ ആരും മനസ്സിലാക്കരുത്. ഇത് കുടിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ, ശ്വാസം മുട്ടലുകൾ, ആ അന്ത്യനിമിഷങ്ങളിൽ ഉണ്ടാകുന്ന ശരീരത്തിന്റെ മസിലുകളും പേശികളൊക്കെ വലിഞ്ഞു മുറുക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഒമൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു, ഒരാൾ ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് വീണിട്ടാണ് ആത്മഹത്യ നടത്തിയതെങ്കിൽ ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നം, അവൻ നരകത്തിൽ ഈ പണി ചെയ്തുകൊണ്ടേയിരിക്കും. നരകത്തിൽ മരണമല്ല, അവിടെ മരണോ ജനനൊന്നും ഉണ്ടാവില്ല. അപ്പൊ വീഴും, അതിന്റെ എല്ലാ പ്രയാസങ്ങൾ അനുഭവിക്കും, പിന്നീട് അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ്? മനുഷ്യന് അധികാരമില്ലാത്തൊരു കാര്യത്തിൽ അവൻ എടുത്തുചാടി പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. എടുത്തുചാടി അവൻ ഇങ്ങനെ ഒരു പ്രയാസം നടത്തുമ്പോ അതിനുള്ള ശിക്ഷ ഇങ്ങനെയൊക്കെ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. രണ്ട് കാര്യമുണ്ട് അതിൽ. ഒന്ന്, അത്തരം സംഗതികളിലേക്ക് മനുഷ്യൻ ദൃഷ്ടരാവരുത്. എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാകും. അതാണ് മുഅ്മിൻ. എന്തെങ്കിലും അന്തം വിട്ട് അവന് തോന്നുന്നത് പോലെ പ്രവർത്തിക്കുന്നവനല്ല മുഅ്മിൻ. നേരെ